ഹായ് ഹലോ നമസ്കാരം, ആര്യാണ്. അപ്പോളേ ഇന്നത്തെ എൻ്റെ കലാപരിപാടികൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വായോ. അപ്പോൾ ദേ ഇന്ന് എൻ്റെ യാദൂട്ടൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന പോക്കാട്ടോ ഇത്. പോകുന്ന വഴിക്കൊക്കെ ചെറുക്കൻ ചാടിത്തുള്ളിയാണ് പോകുന്നത്. ദേ ഇവിടെ ചാരി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? വേറൊന്നുമല്ല, ഓട്ടോ വരാൻ വേണ്ടിയിട്ടാണ്. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്ക് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ ചെറുക്കൻ ആദ്യം തന്നെ സൈഡ് സീറ്റിൽ പോയിരുന്നു. അത് കാറിലാണെങ്കിലും ഓട്ടോയിലാണ് അവന് സൈഡ് സീറ്റിലിരിക്കണത്. ഈ കുട്ടനാണ് ആദ്യക്കുട്ടൻ, യാദൂട്ടൻ്റെ ഫ്രണ്ടാണ്. നമ്മളങ്ങ് സ്കൂളിൽ ചെന്ന മാത്രം തന്നെ അതെ അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അവനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയിട്ടോ. കൂട്ടുകാരനല്ല, കൂടത്തിൽ പഠിക്കുന്ന ഒരു ചേട്ടനാട്ടോ. വാടാ മോനെ, നിന്നെ ചേട്ടൻ ക്ലാസ്സിലാക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. നല്ല കെയറിങ് ആയിരുന്നു. ഇനി കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഈ പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്നറിയാം? വേറൊന്നുമില്ല, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഗൈസ്. അപ്പം എങ്ങനെയാ പോയിട്ട് വരാം, ഷോപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. വേറെ എങ്ങോട്ടുമല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഈ ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഞാൻ എങ്ങോട്ടാണ് പോയെന്ന്? വേറെ എങ്ങോട്ടുമല്ല കേട്ടോ, കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനായിരുന്നു. നമുക്ക് ഞം വെക്കണമല്ലോ. അപ്പോൾ ദേ നമ്മൾ നേരെ ചെന്ന് ബഷീർക്കായുടെ കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്, ഇവിടെയാണ് നല്ല പച്ചക്കറിയും കിട്ടും, കുറച്ച് വിലക്കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോരുന്നത്. ഇനി ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങണം. എനിക്ക് മാത്രമല്ല, യാദൂട്ടനും വാങ്ങണേ. നമ്മൾ നേരെ ചെന്നത് ശ്രുതിക്കടയിലോട്ടാണ്. അപ്പോൾ ദേ അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇന്നത്തെ പകുതി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ദേ നേരെ കടയിലോട്ട് ചെന്നേ. നമ്മുടെ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കാന്ന് ഓർത്താണ് കയറി ചെന്നത്. അപ്പോൾ അച്ഛൻ അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ അമ്മ അനിയനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമായിരുന്നു. സോ എന്നോട് പോയി വേണമെങ്കിൽ നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കാൻ പറഞ്ഞു ഗൈസ്. അപ്പം ഞാൻ ദേ നേരെ ചെന്നൊരു നാരങ്ങ വെള്ളം എടുക്കാനുള്ള പരിപാടിയിലാണ്. മുഖത്തെന്താ ചിരിയില്ലാത്തതെന്ന് ആരും പറയണ്ടേ. അമ്മയോടുള്ള പിണക്കമാണ് ആ മുഖത്ത് നിങ്ങൾ കാണുന്നത്. നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നില്ലല്ലോ. അപ്പം ദേ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ നല്ല അടിപൊളിയായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കിയെടുത്തേ. പുറകിലിരുന്ന് അച്ഛൻ പറയുന്നുണ്ട്, നീ ആ ഹെൽമെറ്റ് ഊരി വെക്കുക, അല്ലെങ്കിൽ നിന്റെ മുടി പൊഴിയൂന്ന്. അപ്പം ഞാൻ ഇത് ഹെൽമെറ്റ് ഊരുന്ന കാര്യം മറന്നു പോകും കേട്ടോ. ദേ നമ്മുടെ ഷീബ ചേച്ചി അതുവഴി പോകുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഞാനൊരു ഉമ്മയും കൊടുത്തു കേട്ടോ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് അച്ചാപ്പി ആ നാരങ്ങ വെള്ളം കുറച്ചങ്ങ് കുടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമല്ലോ, ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് നിർത്തിയപ്പോഴത്തേന് നീ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നെന്ന് ചോദിച്ചുള്ള നാണമാണ് ആ മുഖത്തെ. അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കുന്ന എത്ര മക്കളുണ്ട് ഇവിടെ? എനിക്കിങ്ങനെ കൊടുക്കാനും ഇഷ്ടം, കൊടുക്കുന്നവരെ ഇഷ്ടം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ.